ഹലോ ഗൈസ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്, എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഗ്രോ ചെയ്യുക, അതുപോലെ തന്നെ അതിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സെല്ല് ചെയ്യേണ്ട കാര്യങ്ങളും ആഡ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യും, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസൈൻ എങ്ങനെയായിരിക്കും. ഇപ്പോൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ ഇപ്പോൾ മഗ്ഗിലാണെങ്കിലും ടീഷർട്ടിലാണെങ്കിലും അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഡിസൈൻ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുക, ആ ഡിസൈൻ എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും അതിൽ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ബിസിനസ്സിൽ മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓൾറെഡി പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിത് വേറെ ആളെ ഏൽപ്പിക്കുകയായിരിക്കും. ആ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊവൈഡർ ഉണ്ടാവും, ഫുൾഫിൽമെൻറ്റ് പ്രൊവൈഡർ ഉണ്ടാവും. നമ്മൾ അവരുടെ അടുത്ത് പറയും നമുക്ക് ഇന്ന ഈ പ്രൊഡക്റ്റിൽ ഇന്ന ഡിസൈൻ വേണം, ഇന്ന നമുക്ക് ഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഷിപ്പ് ചെയ്ത് കൊടുത്തോളും. അതെങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഫ്ലോ എങ്ങനെയായിരിക്കും, ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൻ്റെ ഈ സർവീസ് പ്രൊവൈഡറിൻ്റെ വെബ്സൈറ്റിലൂടെ നമ്മൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയൊക്കെ ആയിരിക്കും നാവിഗേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവസാനം എങ്ങനെയായിരിക്കും ആഡ് റൺ ചെയ്യുക, നമ്മുടെ ഈ പ്രോഡക്റ്റ് ആൾക്കാരിലൂടെ എത്തിക്കാൻ വേണ്ടി എങ്ങനെയായിരിക്കും ആഡ് റൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പേര് പറഞ്ഞാൽ തന്നെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. നമ്മളിപ്പോൾ ഒരു സൈറ്റ് ഉണ്ടാവും, നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു മഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മഗ്ഗിൽ നമ്മുടെ ഇഷ്ടത്തിനൊരു ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ആ മഗ് വേറെ ആൾക്കാർക്കും ആ ഡിസൈനും കാര്യങ്ങളും താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, നമ്മൾ അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിലോട്ട് ട്രാഫിക് എത്തിക്കുക, അവരത് മേടിക്കുക, അപ്പോൾ അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. സോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്ക് മഗ് മാനുഫാക്ചർ ചെയ്യാനൊന്നും അറിയില്ല, എൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, വെബ്സൈറ്റ് ഇല്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല, എനിക്ക് അതിനുള്ള നോളജ് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും മഗ് ഉണ്ടാക്കുകയോ മാനുഫാക്ചർ ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇത് ഓൾറെഡി ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ഉണ്ടാവും. നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഓക്കെ എനിക്ക് 10 ടീഷർട്ടിൽ ഇന്ന ഡിസൈൻ വെച്ച് വേണം, അതിൽ ഇന്ന സൈസുള്ള കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മഗ് ഉണ്ട്, ഓരോരോ മഗ്ഗിലും ഓരോരോ ഡിസൈൻ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ഒരാൾ വരികയാണ്, ഇത് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് ഇവരുടെയിലോട്ടായിരിക്കും പോണേ. അവരത് പ്രിൻ്റ് ചെയ്യും, നമ്മുടെ മഗ്ഗിലോട്ടായാലും ടീഷർട്ടിലോട്ടായാലും പോസ്റ്ററിലോട്ടായാലും പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി അത് ഷിപ്പ് ചെയ്യും. ഓക്കെ, അതാണ് മെയിൻലി പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ അപ്രണ്ടായിട്ട് നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഇല്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ ഇറങ്ങി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫണ്ടൊന്നുമില്ല. സാധാരണ ഒരു ബിസിനസ് മോഡലാണെങ്കിൽ നമ്മളൊരു പ്രിൻറ്റിങ് മെഷീൻ, ഓക്കെ, അല്ലെങ്കിൽ പ്രിൻ്ററായിട്ട് നമ്മളേതെങ്കിലും ഷോപ്പിൽ നിന്ന് റെൻറ്റിനോ അങ്ങനെ കാര്യങ്ങൾ എടുത്തിട്ട് സാധനം ചെയ്യുകയാണ്. പക്ഷേ അപ്പം നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഉണ്ടാവും. ഇതിൽ അപ്രണ്ടായിട്ട് നമ്മൾ കോസ്റ്റ് ഇല്ല. നമ്മുടെ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ചാൽ മാത്രമേ നമ്മുടെ ഫണ്ട് വരുള്ളൂ. ആ സമയത്ത് മാത്രമുള്ള കാര്യങ്ങളുള്ളൂ. ഓക്കെ, അതാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. സാധാരണ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഇടുകയാണ്. ഓക്കെ, കുറച്ച് 2-3 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഇത് 2-3 സൈറ്റാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ബിസിനസ് ചെയ്യണം. ജസ്റ്റ് അവർ ടീഷർട്ടിൽ അല്ലെങ്കിൽ ട്രങ്ക്സിലാണെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണ്. ഓക്കെ, എന്നിട്ട് അവരത് സെല്ല് ചെയ്യണു, മാർക്കറ്റ് ചെയ്യണു. ഓക്കെ, അതുപോലെ തന്നെ ചുമ്മാ നമ്മുടെ ഡിസൈനും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡിസൈൻ സെറ്റ് ചെയ്യുക, നമ്മൾ മാർക്കറ്റ് ചെയ്യുക, അത്ര തന്നെ. അതാണ്. ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റിക്കറാണ്, നമ്മൾ ഇത് ജസ്റ്റ് ഡിസൈനും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക, ഈ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റ്ലി നമുക്ക് ഷിപ്പ് ചെയ്തോളും. നമ്മളതിൽ ഒരു പാക്കേജിങ്ങോ അങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ നോക്കണ്ട. സിമിലർലി അതുപോലെ തന്നെ ഇതും ക്യാപ്സ് ആയാലും ടീഷർട്ട് ആയാലും നിങ്ങളിപ്പോൾ ഒരു ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിസൈൻ നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ ഫുൾഫിൽമെൻറ്റ് പ്രൊവൈഡറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്ത് നേരെ ഫ്രെയിം ആണോ, നിങ്ങൾക്ക് ക്യാൻവാസിലാണോ, നിങ്ങൾക്ക് എന്ത് സൈസ് വേണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ നോക്കോളും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഡിസൈൻ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ട, ഇതിപ്പോൾ ആർക്കാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഏൽപ്പിക്കുക. ഇന്ത്യയിൽ ഇതുപോലെ 2-3 ടീംസ് ഉണ്ട്, അതുപോലെ തന്നെ പുറത്തും ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ഇൻ്റർനാഷണലി ആണ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റിഫൈ, അതുപോലെ തന്നെ പ്രിൻറ്റ്ഫുൾ, അങ്ങനത്തെ സൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ക്വിക്കിംഗ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഷോപ്പിഫൈ അക്കൗണ്ട്, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണ ഫുൾ ഷോപ്പിഫൈയിലായിരിക്കും. ഷോപ്പിഫൈയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വിക്സോ ഷോപ്പിഫൈ ആയാലും എച്ച് സി ആയാലും അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക. നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡർ ഉണ്ടാവും, അവരുടെ തീം ഉണ്ടാവും,
നിങ്ങൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ജസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങളുടെ പേജിന് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഈ പ്രിൻറ്റിഫൈ അക്കൗണ്ട് ഇതായിട്ട് കണക്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതാണ് പ്രിൻറ്റിഫൈയുടെ സൈറ്റ്. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. പ്രിൻറ്റിഫൈ ഫസ്റ്റ് ലോഗിൻ ചെയ്യാനകത്ത് ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ഐ എം ഷോപ്പിംഗ് ഫോർ മൈസെൽഫ്, എവിടെ നിന്നാണ് കേട്ടെ, യൂട്യൂബ് കംപ്ലീറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻറ്റിഫൈയുടെ ഓവർലേ. ഫസ്റ്റ് വ്യൂ ഇതാണ്. ഇതിൽ കാണാൻ പറ്റും ജസ്റ്റ് ടീഷർട്ട്, സ്റ്റിക്കർ, ഫോൺ കേസ്. അപ്പോൾ നമുക്ക് എന്ത് സാധനമാണോ വേണ്ടത് അതിലോട്ട് നമ്മൾ ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കാറ്റലോഗ് എന്ന് പറയുന്നത് ഇത്രയും ലിസ്റ്റ് ഉണ്ടാവും. ടീഷർട്ട്, ഹുഡി, സ്പോർട്സ് വെയർ, ബോട്ടംസ്, ടാങ്ക്സ്, ടോപ്പ് ടാങ്ക്സ്, ബേബി ക്ലോത്ത്, സപ്ലിമെൻറ്റ്സ്, കോഫി, ബ്യൂട്ടി, ബാഗ്സ്, ക്യാൻവാസ്, പോസ്റ്റേഴ്സ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിലോട്ട് നിങ്ങളുടെ ഡിസൈൻ ഇട്ട് വിൽക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഒരു പോസ്റ്റർ എടുക്കാം. നമ്മൾ പോസ്റ്റർ എടുക്കാൻ നേരത്ത് അതിലെന്തൊക്കെ സൈസ് എന്താ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഡിസൈൻ. ഓക്കെ, എക്സ്പ്ലോർ മൈസെൽഫ്. ഇതാണ് എൻ്റെ ഓവർവ്യൂ. നമ്മൾ ഡിസൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ അതിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ, നിങ്ങളിപ്പോൾ ഒരു ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഏത് പോസ്റ്റർ സൈസാണ് നിങ്ങൾ എടുക്കുന്നത് ആ ഒരു സൈസിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക. നിങ്ങൾ 2-3 സൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഏത് സൈസിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സൈസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. വേരിയൻസ് കണ്ടോ, ഇതിൽ വേരിയൻസ് നമുക്ക് ഏത് സൈസിലെ പോസ്റ്ററാണ് വേണ്ടത്. നമ്മളിപ്പോൾ 2-3-4 സെറ്റ് സൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഡിസൈനും അതുപോലെ ആയിരിക്കണം. ഓക്കെ, സേവ് പ്രൊഡക്റ്റ്, കണ്ടിന്യൂ ടു പബ്ലിഷ്. ഇപ്പോൾ കണ്ടിന്യൂ ടു പബ്ലിഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിഫൈ ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഷോപ്പിഫൈ ആയിട്ട് പോകും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ഷോപ്പിഫൈ എങ്ങനെ സെറ്റ് ചെയ്യണം, പ്രിൻറ്റിഫൈ ഇതെങ്ങനെ കണക്ട് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കണേ, ഇപ്പോൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്താണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണത്. പ്രിൻറ്റിഫൈയോ പ്രിൻറ്റ്ഫുള്ളോ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ്ലി നിങ്ങളുടെ കസ്റ്റമേഴ്സിലോട്ട് ഷിപ്പ് ചെയ്യാൻ പറ്റും. പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഷോപ്പിഫൈ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോർ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3 day ഫ്രീ ട്രയൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് നമുക്ക് 20 rupees എന്താ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ഫീ വരുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ആണ്, നിങ്ങൾ പഠിച്ച് വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജിമെയിൽ ഉണ്ടാക്കുക. അതുവഴി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ബിസിനസ് ഇമെയിൽ എടുത്തിട്ട് അങ്ങനത്തെ ബാക്കി അത് വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾ ബാക്കി പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, കസ്റ്റം ഡൊമൈൻ. അങ്ങനെ ഇപ്പോൾ ഡൊമൈൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡൊമൈൻ എങ്ങനെ എടുക്കണം അങ്ങനെ എഴുതുകയാണെങ്കിൽ അടുത്തൊരു വേറെ വീഡിയോ പറയാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഡൊമൈൻ നിങ്ങളറിയാലോ, www.shopify.com ആണെങ്കിൽ നേരെ ഷോപ്പിഫൈയിലോട്ട്, അല്ലെങ്കിൽ www.printify.com ആണെങ്കിൽ printify.com. നിങ്ങളുടെ സൈറ്റ് ഏതാണ് അതാണെങ്കിൽ നിങ്ങളുടെ സൈറ്റ് www ആ സൈറ്റിൻ്റെ പേര് .com അല്ലെങ്കിൽ അത് വെച്ച് ഡൊമൈൻ. കസ്റ്റമൈസ് ഓർ നമ്മളിപ്പോൾ ഇതിൽ തീം, ഷോപ്പിഫൈ തന്നെ കുറച്ച് ഡിഫോൾട്ട് തീംസ് തരുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോൺ ആണ് മിക്ക ആൾക്കാരും യൂസ് ചെയ്യണം. സ്പോട്ട് ലൈറ്റ്, റിഫ്രഷ്, ഇതെല്ലാം ഫ്രീ ആണ് ഷോപ്പിഫൈ തന്നെ. പക്ഷേ പെയ്ഡും ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് ഉള്ളവർക്ക് സാധാ ഫ്രീ തീംസ് തന്നെ മതി. അതിൻ്റെ അകത്ത് തന്നെ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ഡോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാൻ വരാവുന്നത് നമുക്ക് കണ്ട. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പേജ് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ഫീച്ചർ പ്രൊഡക്റ്റ് ആണെങ്കിലും എന്തൊക്കെ വേണം ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഇമേജ് വേണ്ടുള്ള ഇമേജ് മാറ്റണം, ഈ ബട്ടൺ മാറ്റണം. എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് പേജ് വരാൻ നേരത്ത് ഡോണ്ട് ഹാവ് എനി പ്രൊഡക്റ്റ്. ഓക്കെ, സോ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അതെല്ലാം നമുക്കിത് വരുത്താം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ജസ്റ്റ് ടൈപ്പ് ആൻഡ് അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഷോപ്പിഫൈഡ് ഇത് തന്നെ. നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ നോക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ഡിസൈനർ അല്ല, നിങ്ങളുടെ കയ്യിലിപ്പോൾ ഡിസൈൻ ചെയ്യാൻ ഒരു വഴിയില്ല,
എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ ഡിസൈൻ കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ആൾക്കാരുടെ നിന്ന് മേടിക്കാൻ പറ്റും ഡയറക്റ്റ്ലി ഡിസൈൻ. അപ്പോൾ ഒരു സൈറ്റ് ഉണ്ട്, എച്ച് സി എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. എച്ച് സി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടീഷർട്ട് ഡിസൈൻ ആണോ മഗിന് ഡിസൈൻ ആണോ, മഗ് ഡിസൈൻ എടുക്കാം. ഡിസൈൻ ഡിസൈൻ വേണ്ട, മഗ്ഗിൽ ഇപ്പോൾ ഓരോരോ ഡിസൈൻ ഉണ്ട്. നമ്മുടേതായ ഒരു ഇതിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു 2000 റുപ്പീസ് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കുക, നിങ്ങളത് ആ ഡിസൈൻ എടുക്കുക. അതുപോലെ തന്നെ കുറേ ഡിസൈൻ ഉണ്ട് കണ്ടോ, ഇത് ഒരുമാതിരി 3D എഫക്റ്റ് തന്നെയാണ്. 169 റുപ്പീസ് കൊടുത്താൽ ഈ ഡിസൈൻ കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ തീം അനുസരിച്ച് ഇപ്പോൾ ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് അടിക്കുക, അതുപോലെ തന്നെ പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ അടിക്കുക. പിന്നെ ഓൾമോസ്റ്റ് ചാറ്റ് GPT ഉണ്ട്. ചാറ്റ് GPT വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീഷർട്ടിൽ ഇപ്പോൾ കോട്ടാണ് നോക്കണമെന്ന് ചോദിച്ചോ, അപ്പോൾ ആ കോട്ടെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് GPT വെച്ച് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ചാറ്റ് GPT പോവുക, ഓക്കെ ജസ്റ്റ് ചാറ്റ് GPT ജസ്റ്റ് ഗിവ് മീ എ ഫ്യൂ ലിസ്റ്റ് ഓഫ് കോട്ട്സ് സോ ദാറ്റ് ഐ ക്യാൻ യൂസ് ഇൻ മൈ ടീഷർട്ട് ബിസിനസ്. എന്നിട്ട് ജസ്റ്റ് മോഡിഫിക്കേഷൻ കൊടുക്കുക. എന്താണ് മോട്ടിവേഷണൽ ആണോ, ജിമ്മിൻ്റെ ഇത് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഗാർഡനിങ്, അങ്ങനത്തെ എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഡിസൈനും ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ AI വെച്ച് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചോ, ഇപ്പോൾ മിഡ് ജേണി ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ കംഫി UI വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അത്യാവശ്യം നല്ല PC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫി UI യൂസ് ചെയ്യാം. ഓക്കെ, കംഫി UI വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കംഫി UI ജസ്റ്റ് ഒരു ഇതാണ്, അതിലോട്ട് നിങ്ങൾ മോഡലും കാര്യങ്ങളും ഇട്ടാൽ അതൊരു ടോട്ടലി വേറെ സെക്ഷനാണ്. ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ അതും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനത് എൻ്റെ ഒരു വീഡിയോ ഇടാം. AI വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ഡിസൈൻ ഉണ്ടാക്കാം ഫ്രീ ആയിട്ട്. ഓക്കെ, അത് ഞാൻ ചെയ്തു തരാം. നമ്മളിപ്പോൾ ഡിസൈൻ എടുക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഏത് കാറ്റഗറി ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരെയാണ് നോക്കണമെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കോഡ്സ് ആയാലും ഡിസൈൻ ആയാലും നോക്കുക. ഓക്കെ, ഇപ്പോൾ വീട്ടമ്മമാരാണ് ഈ മഗ്ഗും കാര്യങ്ങളൊക്കെ മിക്കവാറും മേടിക്കുക. അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ത് ഡിസൈനാണ്, യങ് ആയിട്ട് മദേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ബേബീസിനുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ ഡിസൈൻ അങ്ങനത്തെ കോഴ്സ്, അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് ഏത് ഫീൽഡിലോട്ട് ഇറങ്ങണം നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങളുടേതായ ഒരു യൂണിക് ടച്ചിൽ അത് ഇറക്കുക. ഓക്കെ, അതാണ് ഡിസൈനിൻ്റെ ഇത് വരിക. അപ്പോൾ അൾട്ടിമേറ്റ്ലി മാർക്കറ്റിംഗ് ചെയ്യാണ്ടൊന്നും നടക്കില്ല. നമ്മൾ ബ്രാൻഡ് അവയർനെസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ടീഷർട്ട് ആയാലും മഗ്ഗായാലും, ഇപ്പോൾ മഗ്ഗിനൊക്കെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക, എന്താണ് മഗ്ഗിൻ്റെ മോക്കപ്പും കാര്യങ്ങളെല്ലാം ഇടുക. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ആൾക്കാരായിട്ട് എൻഗേജ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം വഴി മാർക്കറ്റ് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. അതുകൂടാണ്ട് ഫേസ്ബുക്ക് ആഡ് ഉണ്ട്. ഫേസ്ബുക്ക് ആഡ് ഇതുപോലെ തന്നെ നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് ആദ്യം നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുക, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളൊരു ഫേസ്ബുക്ക് മെറ്റാ ബിസിനസ് അതിൽ സൈനപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുക. ക്യാമ്പയിനിൽ നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 ആഡ് സെറ്റ് റൺ ചെയ്യുക. ആഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓരോരോ ആൾക്കാരെ ഫോക്കസ് ചെയ്തായിരിക്കും ആദ്യം ഇടണത്. ഏതായിരിക്കും നമ്മുടെ ഗ്രൂപ്പ്, നിങ്ങളിപ്പോൾ ഒരു ബ്രോഡ് കാറ്റഗറി നോക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കാറ്റഗറി ഇപ്പോൾ ജിമ്മാണെങ്കിൽ ജിമ്മിലുള്ള ആൾക്കാരായിട്ട് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ അമ്മമാരാണെങ്കിൽ അമ്മമാരെ ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ ന്യൂ ബോൺ ബേബി, എന്താ പറയുക, അതുപോലെ തന്നെ ഇന്ന വയസ്സ് തൊട്ട് ഇന്ന വയസ്സ് വരെയുള്ള പേരൻസ്, അങ്ങനെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആ ആൾക്കാരെ വെച്ച് ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യുക. ഒരു ഡെയിലി ഒരു 300 ബഡ്ജറ്റോ അല്ലെങ്കിൽ 500 ബഡ്ജറ്റ് വെച്ചിട്ട് അങ്ങനെ 3-4 ഒരു ആഡ് സെറ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രൊഡക്റ്റ് പേജ് ഉണ്ടാക്കുക, പ്രിൻറ്റിഫൈ അല്ലെങ്കിൽ ക്വിക്ക് ലിങ്ക് അല്ലെങ്കിൽ പ്രിൻറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ ആ സ്റ്റോർ കണക്ട് ചെയ്യുക. സ്റ്റോർ ആ ഷോപ്പിഫൈ പേജ് നല്ലൊരു അത്യാവശ്യം നല്ല കാണാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലൊരു പേജ് ഉണ്ടാക്കുക. ആ പേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രാഫിക് ആഡ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ കൊണ്ടുവരിക. നമ്മുടെ ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമാണ് ഇതിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ മണി ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു വെയർ ഹൗസോ പ്രിൻ്റ് ചെയ്തെടുത്ത് സ്റ്റോക്ക് ചെയ്യണതോ പ്രിൻ്റ് എടുക്കണതോ അങ്ങനെ ആൾക്കാരൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡിസൈൻ നിങ്ങൾക്ക് ഓൾറെഡി ഓൺലൈനിൽ കൂടെ മേടിക്കാൻ പറ്റും. ആ വഴി നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ സ്വയം ഡിസൈനറാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാം നിങ്ങളുടേതായ ഒരു ഡിസൈൻ. ഇപ്പോൾ സോൾ ഷുവറൊക്കെ ഉണ്ടല്ലേ, അവർ ഇതുപോലെ തന്നെ ഡിസൈൻ ഇട്ട് ഇതുപോലെ ടീഷർട്ടിൽ ഇത് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഓൺ ഡിമാൻഡ് തന്നെയായിരുന്നു അവർ. അത് ഇത്രയും ബിൽഡ് എത്ര രൂപയുടെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1000 crores ഒക്കെ ആയി. അതുപോലെ തന്നെ നിങ്ങളെയും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം.
ഫേസ്ബുക്ക് ആഡ് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞതേ അതിപ്പോൾ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുറേ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത്, മനസ്സിലായില്ലേ? ഓരോരോ ആഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കണം. ഞാൻ ഫ്യൂച്ചറിൽ ഒരു വീഡിയോ അതുപോലെ ചെയ്യാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ. സോ ഇതാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ റിപ്ലൈ തന്നെ ആയിരിക്കും. സോ താങ്ക്സ് ഗൈസ്.